ടൈസിലേക്ക് സ്വാഗതം. എല്ലാ പാർട്ടിക്കാരെയും മുൾമുനയിൽ നിർത്തിക്കൊണ്ട് വടകര, തൃശൂർ, പാലക്കാട് എന്നീ നിയോജക മണ്ഡലങ്ങളിലെ AI ടെക്നോളജി ഉപയോഗിച്ച് കണ്ടെത്തിയ കേരള തിരഞ്ഞെടുപ്പ് എക്സിറ്റ് പോൾ റിസൾട്ട് കോൺഗ്രസിന്റെ ഏറെ പ്രതീക്ഷയുള്ള സീറ്റായിട്ടാണ് വടകര കരുതിയിരുന്നത്. എന്നാൽ കരുതിയിരുന്നതിൽ നിന്നും വിപരീതമായി ഷാഫി പറമ്പിൽ നിന്ന് കിട്ടേണ്ടിയിരുന്ന കുറച്ചധികം ഹിന്ദു വോട്ടുകൾ പ്രാക്കുൽ കൃഷ്ണയ്ക്ക് ലഭിക്കുകയും കമ്മ്യൂണിസ്റ്റുകാരായ ഹിന്ദുക്കളുടെ വോട്ടുകൾ അധികം മറിഞ്ഞ് BJPക്ക് കിട്ടാതിരിക്കുകയും ചെയ്തപ്പോൾ 11,000-ലധികം വോട്ടുകൾക്ക് ശൈലജ ടീച്ചർ ജയിക്കും എന്നാണ് AI സാങ്കേതിക വിദ്യയിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ വീഡിയോ വിവാദം ശൈലജ ടീച്ചറിന് കിട്ടേണ്ടിയിരുന്ന കോളേജ് വിദ്യാർത്ഥിനികളുടെയും യുവതികളുടെയും വോട്ടുകളുടെ എണ്ണം കുറച്ചു. പാലക്കാട് ഇലക്ഷൻ റിസൾട്ട് മാറ്റിമറിച്ചതിന്റെ ഫുൾ ക്രെഡിറ്റും BJPയുടെ കരുത്തുറ്റ സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിന് മാത്രം അവകാശപ്പെട്ടതാണ്. UDFന് കിട്ടേണ്ടിയിരുന്ന വളരെയധികം ഹിന്ദു വോട്ടുകൾ കൃഷ്ണകുമാർ മറിച്ചപ്പോൾ അത് LDF സ്ഥാനാർത്ഥി വിജയരാഘവന് 30,000-ൽ അധിക വോട്ടുകളുടെ വ്യക്തമായ ഭൂരിപക്ഷത്തോടെയുള്ള വിജയം നൽകുമെന്നാണ് AI കണ്ടെത്തിയിരിക്കുന്നത്. BJPക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്ന സീറ്റായിരുന്നു തൃശൂർ. എന്നാൽ പൂരം വിവാദം സുരേഷ് ഗോപിക്ക് വേണ്ടിയുണ്ടാക്കിയെടുത്തതാണ് എന്നാണ് ഇപ്പോഴും തൃശൂർ നിവാസികൾ വിശ്വസിക്കുന്നത്. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞതുപോലെ അവസാന നിമിഷം സുരേഷ് ഗോപി കലമുടച്ചു. ജയിക്കാൻ വളരെയധികം സാധ്യതയുണ്ടായിരുന്ന സുരേഷ് ഗോപിക്ക് ഹിന്ദു വോട്ടുകളും കുറച്ചധികം ക്രിസ്ത്യൻ വോട്ടുകളും മറിക്കുവാൻ കഴിഞ്ഞെങ്കിലും മുസ്ലിം വോട്ടുകൾ കൂടുതലും K മുരളീധരന് കിട്ടി. സുരേഷ് ഗോപിയും K മുരളീധരനും പരസ്പരം മത്സരിച്ചപ്പോൾ VS സുനിൽ തനിക്ക് കിട്ടുവാൻ സാധ്യതയുള്ള വോട്ടുകൾ മറിഞ്ഞു പോകാതെ ഉറപ്പിക്കുകയും അങ്ങനെ 10,000-ൽ-അധികം വോട്ടുകളുടെ ലീഡിൽ ജയിക്കുകയും ചെയ്യുമെന്നാണ് AI സാങ്കേതിക വിദ്യയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ചുരുക്കത്തിൽ വടകരയിലും തൃശൂരിലും പാലക്കാടും LDFനെ വിജയിപ്പിച്ചതിന്റെ ഫുൾ ക്രെഡിറ്റ് അവിടെ മത്സരിച്ച കരുത്തുറ്റ BJP സ്ഥാനാർത്ഥികളാണെന്ന് പറഞ്ഞാൽ അതായിരിക്കും ശരി. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുക.